ഹലോ ഫ്രണ്ട്സ്, ഞാനും ജോയ്സിയുണ്ട്. ഞങ്ങൾ US-ൻ്റെ ബോർഡറിൽ ഇന്ന് നടക്കുന്ന റിബ് ഫെസ്റ്റ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാർണിവൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ജെറിയും ജീനിയും അതുപോലെ നീപ്പനും എറിയും, അതോടൊപ്പം തന്നെ വിൻഡിയും ലിതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സായാഹ്നം ഇവിടെ അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുക. എന്താ ചോദിച്ചി, നമ്മൾ അടിച്ചു പൊളിക്കില്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, നമുക്ക് വിളിച്ചാൻ കൂട്ടുകാർ വരാൻ പറഞ്ഞാൽ ഐ ഉറക്കെ പറയേ, ശബ്ദം എല്ലാവരും പോകുന്നാണ് പറഞ്ഞ ചോദിച്ചി. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ണാടൊക്കെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ, അതായത് ഇവിടുത്തെ വെയിലിന് ആൾക്കാർ ഉപയോഗിക്കുന്നത്. വെയിൽ വരുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റും പൊതുവെ കണ്ണാട ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റൈല് മാത്രമല്ല, സ്റ്റൈല് മാത്രമല്ല, നമുക്ക് നല്ല വെയിൽ. ഇപ്പോൾ സമയം എത്രയാണെന്നറിയാം? സമയം എത്ര ചോദിച്ചു? 7:30 കഴിഞ്ഞു, 7:45. എന്നിട്ടും കണ്ടില്ല ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂട്ടുകാർ കുറച്ച് പേരുണ്ട്, അവരൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾ ഒന്ന് സ്ലോ ചെയ്യും മക്കളെ, നമ്മുടെ വീഡിയോയിൽ വരണ്ടേ നിങ്ങൾക്ക്? നിങ്ങളെ കാണണ്ടേ? ലിതിൻ, ഹായ് ലിതിൻ. അപ്പാപ്പൻ ഹലോ ഗൈഡ്സ്, ഹലോ ഗൈഡ്സ് പറയും. ഹലോ. എല്ലാവരും ജോയ്സ് ചെത്ത സ്റ്റൈലിൽ പറഞ്ഞേ. എന്താ അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെ സുഖല്ലേ? എല്ലാവരും സുഖമായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കുറച്ച് നാളായിട്ടാ വന്നിട്ട്, വീഡിയോ കുറച്ച് നാളായി വന്നിട്ട്. വേറെ ഒന്നുമില്ല, വീഡിയോകളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ജെറി ഭയങ്കര ബിസിയാണ്. ജോയ്സ് പറഞ്ഞു, ജെറി ഭയങ്കര ബിസിയാണ്. അധികം വൈകാണ്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ വിടുന്നതായിരിക്കും. പിന്നെ അടുത്ത മാസം നാട്ടിൽ വരുന്ന തിരക്ക് കൂടിയിട്ട് ഞങ്ങൾക്ക് ഉറക്കെ പറയും. ജോയ്സ് പതുക്കെ പറയാ, പതുക്കെ പറഞ്ഞ് കേൾക്കില്ല പറഞ്ഞാണ്. അടുത്ത മാസേ നാട്ടിൽ ഞങ്ങൾ വരല്ലേ, അതിന്റെ കുറച്ച് തിരക്ക് കൂടി ആയി, അതാണ് വിടാൻ വൈകണത് കേട്ടാ. വീഡിയോ 4 പിടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ എഡിറ്റിങ് നടക്കുന്നില്ല. അത് എനിക്ക് എഡിറ്റ് അറിയില്ല, ജെറിയാണ്. ജെറിക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ അങ്ങനെ അടുത്ത് തന്നെ വരുന്ന പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങളെ കാണാണ്ട് വിഷമമുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. ഇവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. എന്താ സ്റ്റേജ് കണ്ട? ഈ സ്റ്റേജിൽ കലാപരിപാടി ഉണ്ടാവും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. ഒരു കുട്ടിക്കാരെ കണ്ട, കുഞ്ഞ കാറ് സ്റ്റേജ്. പരിപാടി കാണാൻ ഇങ്ങനെ ആൾക്കാരുണ്ട്. ടിക്കറ്റ് എടുക്കണം കടക്കണമെങ്കിൽ. Demonstration. Yeah, it was great. Some awesome ACDC music. Hi.
പക്ഷെ ഇവിടെ കണ്ടില്ലേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിച്ചിട്ടില്ല 8 മണിയായിട്ട്. ഇവിടെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും, കാറ്ററിംഗ് സർവീസ് പോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒത്തിരി ക്യൂ കണ്ടത്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് ക്യൂവിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഈ നമ്മുടെ കാർണിവൽ പോലെ തന്നെ ഇവിടെ പല കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ പല സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒത്തിരി ഇവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഈ US ബോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഇവരിങ്ങനെ ഈ സ്ഥലത്ത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, ഇതിപ്പോൾ വിൻസറിലാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കാനഡയിൽ നിന്ന് മാറി ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ ടീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം US നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. US നിന്ന് ഇപ്പോൾ വിൻസറിലെത്തി. ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് ഈ റിബ് ഫെസ്റ്റിവൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നു, ഇന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കാണാൻ വന്നത് നിങ്ങളൊക്കെ കാണിക്കാനും അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷിക്കാനും പിന്നെ ഇവിടുന്ന് എന്താ പറയുക രുചികരായ ഭക്ഷണം കിട്ടുന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ പോർക്കിൻ്റെ റിബ് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ റിബ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് അത് നല്ല രുചിയിൽ നമുക്ക് കഴിക്കും. നിറയെ കടകളുണ്ട്. ഈ കടകളിൽ നിന്നൊക്കെ പലതരം ഭക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനം പോർക്കിൻ്റെ റിബാണ് അല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒത്തിരി നേരം ഇവർ ക്യൂവിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കൈമെടുക്കാൻ പറ്റിയാൽ കൈ വേണ്ട. ഇങ്ങനെ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ അടച്ചിട്ട് ഇതുപോലത്തെ ഒരു ഇത് നമ്മുടെ കയ്യിൽ കുത്തും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യക്കാരും ഉണ്ട്. അപ്പോൾ ഇവരോടൊപ്പം നമുക്കും അല്ല ജോയ്സ് നമ്മൾ എടുക്കണ പറയും ആയിരിക്കാൻ കഴിഞ്ഞു. ജോയ്സ് എന്തെങ്കിലും പറയും. നാട്ടിലെ പോലെ തന്നെ പരിപാടികളൊക്കെ ഉണ്ട്. കാണാനായിട്ട് വന്നതാണ്. നല്ല കാലാവസ്ഥയാണ്. അധികം തണുപ്പും കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജോയ്സി ഈ കോട്ടും അതുപോലെ തന്നെ തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് തണുപ്പ് കൂടി ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും അത് പിന്നെ വീണ്ടും തണുപ്പ് കൂടി അങ്ങനെ കോട്ടുണ്ടാവും. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അങ്ങനെ കപ്പൽ പോകണം. കപ്പൽ ഞാൻ കുറച്ച് ദൂരമായിട്ട് കണ്ടത്. ചിക്കൻ ഇതാണ് തുറന്നല്ലേ പോർക്കിന്റെ റിബ് ഇങ്ങനെയാണ്. Better step aside. Sad love, your phone is no
നല്ല ഭക്ഷണം അല്ലേ? ദിവ്യ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വ്ളോഗാണ് ആ. നല്ല അഭിപ്രായം, നല്ല സ്ഥലം, നല്ല കാഴ്ചകൾ. കപ്പല് പോകണം, കപ്പല് കൊണ്ട് പോയി പിടിച്ചോ കപ്പല്. US-ന്റെ ബോർഡിലൂടെ പോകുന്ന കപ്പലാണ് കാണുന്നത്. ഡിസ്ട്രോയിഡ് പ്രിൻസസ്. സൂര്യൻ അസ്തമിക്കണു. സമയത്തിനെന്നറിയാം, 9 മണിയാകുമ്പോൾ പോണു രാത്രി. സൂര്യൻ അസ്തമിക്കുന്നുള്ളൂ. ദിവ്യ കത്തീറിലേക്ക് കിടക്കുകയാണ്. $10 കത്തീറിന്. ഫെയിലായി, ഫസ്റ്റ് സ്ഥലത്ത് ഫെയിലായി. സെക്കൻഡ് അല്ലക്ക്. ഓ പോയി. 3 ജയിച്ചു. പ്രോഗ്രാമാണ് കാണുന്നത് നമ്മളിവിടെ വന്നിട്ട്. മണി 9 മണി കഴിഞ്ഞു കേട്ടോ രാത്രി.
എന്തായാലും കുരുത്തക്കാട് കാണിച്ചോണ്ടിരിക്കുകയാണ് തിരിച്ചോണ്ടിരിക്കുള്ളൂ. I will take care of him, Gito. Don't worry.
ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വൈകാതെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഒത്തിരി ഡിലേ വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് കാണാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാം. ഓക്കെ, ബൈ.